إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أصلي وأسلم على خاتم الأنبياء والمرسلين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നാം ഓരോരുത്തരും ജീവിക്കുന്ന നാട്, അതിലെ ജനങ്ങളും അവിടുത്തെ സാമൂഹിക അന്തരീക്ഷവും സമാധാനപൂർണവും നിർഭയത്വമുള്ളതുമാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ചരിത്രം നാം ഒന്ന് വായിച്ചു നോക്കിയാൽ, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള പ്രവാചകന്മാർ അവരുടെ നാടിൻ്റെ നിർഭയത്വത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നും പ്രതീക്ഷിച്ചിരുന്നുവെന്നും നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ഭാര്യയെയും കൈക്കുഞ്ഞിനെയും ആരാരുമില്ലാത്ത മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോകുമ്പോൾ അദ്ദേഹം ആദ്യം പ്രാർത്ഥിച്ചത് ആ രാജ്യത്തിനു വേണ്ടിയാണ്, അവരെ താമസിപ്പിച്ച നാടിനു വേണ്ടിയാണ്. റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, അല്ലാഹുവേ ഈ രാജ്യത്തിന് നീ നിർഭയത്വം നൽകണേ എന്നാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട് പലായനം ചെയ്ത് മദീനയിലേക്ക് എത്തിയപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രാർത്ഥിച്ചത്, അല്ലാഹുവേ ഇന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അബ്ദുക വ ഖലീലുക വ നബിയുക, നിന്റെ അടിമയാണ്, നിന്റെ പ്രവാചകനാണ്, നിന്റെ ഖലീലാണ്. ഞാനും ഇന്നി അബ്ദുക വ നബിയുക, ഞാനും നിന്റെ അടിമയും റസൂലുമാണ് റബ്ബേ. വ ഇന്നഹു, അദ്ദേഹം തീർച്ചയായും പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദഅക ലി മക്ക, മക്കക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വ ഇന്നി അദ്ഉക ലിൽ മദീന, ഞാനിതാ മദീനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിമിസ്ലി മാ ദഅക്, മദീനക്ക് മക്കക്ക് വേണ്ടി എന്താണോ പ്രാർത്ഥിച്ചത് അതുതന്നെ ഞാൻ എൻ്റെ മദീനക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുവെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഇബ്രാഹിം നബിയെ മാതൃകയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു രാജ്യത്ത് ജീവിക്കുന്ന പൗരനെന്നോളം, പലായനം ചെയ്തൊരു നാട്ടിലേക്ക് എത്തിയിട്ടുള്ള ഒരു മനുഷ്യനെന്നോണം നാം ഓരോരുത്തരും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ഇമാറാത്ത്, ഈ രാജ്യം നമുക്ക് നൽകുന്ന ഒരു സമാധാനമുണ്ട്, നിർഭയത്വമുണ്ട്. അത് റബ്ബ് നൽകിയ മഹത്തായ അനുഗ്രഹമാണ്. റബ്ബിനോട് ചോദിക്കണം, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, റബ്ബേ ഈ രാജ്യത്തെ നീ നിർഭയത്വമുള്ളതാക്കണേ എന്ന്. മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം, മിസ്റിന്റെ ഭരണം അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് എത്തുമ്പോൾ തൻ്റെ സഹോദരങ്ങളും മാതാപിതാക്കളും തൻ്റെ അടുക്കലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞ വാചകം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വഖാല ദുഖുലു മിസ്ർ, അതേ നിങ്ങൾ മിസ്റിലേക്ക് പ്രവേശിക്കണം. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹു ആമിനീൻ, അല്ലാഹു ഉദ്ദേശിച്ചാൽ നിർഭയത്വത്തോടുകൂടി നിങ്ങൾ ഈ രാജ്യത്തേക്ക് പ്രവേശിക്കണം. അവിടേക്ക് കടന്നു വന്ന മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക് നിർഭയത്വമാണ് ആ ഭരണാധികാരി അവർക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമെന്ന് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് ആ രാജ്യത്തെ പ്രജകൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ അവകാശം രാജ്യത്തിന്റെ നിർഭയത്വമാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായി നമ്മൾ റബ്ബിനോട് ആ നിർഭയത്വത്തിന് വേണ്ടി ചോദിക്കണം. മറ്റൊന്ന്, ഈ രാജ്യം നിർഭയത്വമുള്ള സമാധാനമുള്ളൊരു രാജ്യമായി മാറണമെങ്കിൽ പരസ്പരം ജനങ്ങൾ സഹവർത്തിത്വത്തോടെ കഴിയാൻ സാധിക്കണം. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, തീർച്ചയായും ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. വജഅൽനാകും ശുഊബൻ വ ഖബായില, നിങ്ങളെ ഗോത്രങ്ങളാക്കി, വർഗങ്ങളാക്കി, വിഭാഗങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. അറബികളായി, അനറബികളായി, വലിയ ഗോത്രമായി, ചെറിയ ഗോത്രമായി,
പല വിഭാഗങ്ങളാക്കി മാറ്റിയത് ലിതഅറഫു, നിങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ തിരിച്ചറിഞ്ഞ് പരസ്പരം സഹവർത്തിത്വത്തോടെ കഴിഞ്ഞാൽ മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സമൂഹത്തിൽ സമാധാന അന്തരീക്ഷം നിലകൊള്ളുക. അത് മതം അനുശാസിക്കുന്നതാണ്, ഒരു സമൂഹം ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന മസലൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ ഉപമ കമസലിൻ നഹ്ല, തേനീച്ചയെ പോലെയാണ്. അഖലതു ത്വയ്യിബ, അത് കഴിക്കുന്നത് സുഗന്ധമാണ്. വവലഅതു ത്വയ്യിബ, അത് പൂശുന്നത് സുഗന്ധമാണ്. വവഖഅതു ത്വയ്യിബ, അതിൽ നിന്ന് വീഴുന്നത് സുഗന്ധമാണ്. ഫലം തുക്സർ വലം തുഫ്സദ്, അതൊരിക്കലും ഫസാദാക്കപ്പെടുന്നില്ല, കുഴപ്പങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല, പൊട്ടിക്കപ്പെടുന്നില്ല, തകർക്കപ്പെടുന്നില്ല. പരസ്പരം തേനീച്ചകളെ പോലെ നൽകുന്നതും നുകരുന്നതും പകരുന്നതും നമ്മളിൽ നിന്ന് വീഴുന്നതും സഹോദരങ്ങളെ സുഗന്ധമാകണം, നന്മയാകണം. അങ്ങനെ സഹവർത്തിത്വത്തോടെ കഴിയുമ്പോൾ മാത്രമാണ് ഒരു രാജ്യം അതിൻ്റെ പൂർണ്ണതയിലേക്ക്, സമാധാനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുക എന്ന് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ അധ്യാപനങ്ങളും നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നാം ജനിച്ച നാടിനും നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഇമാറാത്തിനും നിർഭയത്വം നൽകുമാറാകട്ടെ, സമാധാന അന്തരീക്ഷം അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. എത്രയെത്ര രാജ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ കലാപങ്ങൾ കൊണ്ട്, ആഭ്യന്തര യുദ്ധങ്ങൾ കൊണ്ട് തകർത്തെറിയപ്പെട്ടത്. പരസ്പരം പോരടിച്ച് ചിലർ ഭരണാധികാരികൾക്കെതിരെ തിരിഞ്ഞു, ചില ഭരണകൂടം പ്രജകൾക്കെതിരെ തിരിഞ്ഞു. അവിടെ കലാപ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ട് എത്രയെത്ര രാജ്യങ്ങൾ തൂത്തെറിയപ്പെട്ടു, എത്രയെത്ര ജനങ്ങൾ അവർ ജനിച്ച മണ്ണിൽ നിന്ന് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആ കാഴ്ചകൾ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭരണാധികാരികളോട് ഗുണകാംക്ഷയുണ്ടാകണം, ഭരണാധികാരികൾ പ്രജകളോട് ഗുണകാംക്ഷയുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരത്തിലുള്ള ഭരണാധികാരികളും പ്രജകളുമായി നമ്മളെയെല്ലാം മാറ്റുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. ഊസീകും യാ ഇബാദല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്തു ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ നാട് ഏറ്റവും വലിയ ഒരു ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മുടെ നാട് കണ്ട സമാനതകളില്ലാത്ത ദുരന്തങ്ങളിലൊന്നാണ് വയനാട് നാം നേരിട്ട് കണ്ടതും കേട്ടതുമായ വലിയ ദുരന്തം. വയനാട്ടിലെ ഒരു ജനതയെ ഒന്നാകെ, ഒരു ഗ്രാമത്തെ ഒന്നടങ്കം അള്ളാഹുവിൻ്റെ പരീക്ഷണം നേരിട്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരെ ചേർത്തുപിടിക്കൽ നമ്മുടെ ബാധ്യതയാണ്. മനസ്സുകൊണ്ടും സമ്പത്തുകൊണ്ടും ശരീരം കൊണ്ടും അവരെ ചേർത്തുപിടിക്കേണ്ട സന്ദർഭമാണ്. വിശുദ്ധ ഖുർആൻ നമുക്കതിലേക്ക് സൂചന നൽകുന്ന വ്യക്തമായ അധ്യാപനങ്ങൾ നമുക്ക് കാണാം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബലദിന്റെ അവസാനത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഫലഖ്തഹമൽ അഖബ, ചുരമാർഗം മലമ്പാതകൾ അവർ തിരക്കിക്കടന്നില്ല, മലമ്പാതകൾ അവർ തിരക്കിക്കടന്നില്ല. വമാ അദ്റാക മൽ അഖബ, എന്താണ് ആ ചുരമാർഗം? മനുഷ്യർ താണ്ടിക്കടക്കാതിരുന്ന, തിരക്കിക്കടക്കാതിരുന്ന ആ ചുരമാർഗം എന്താണ്? ഫഖു റഖബ, അടിമയെ മോചിപ്പിക്കലാണ്. ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ, പട്ടിണിയുടെ കാലഘട്ടത്തിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകലാണ്. യതീമൻ ദാ മഖറബ, കുടുംബ ബന്ധമുള്ള യതീമിങ്ങൾക്ക് ഭക്ഷണം നൽകലാണ്. ഔ മിസ്കീനൻ ദാ മത്രബ, മണ്ണു തിന്നുന്ന അത്രമാത്രം ദാരിദ്ര്യമുള്ള മിസ്കീനിന് ഭക്ഷണം നൽകലാണ്. പിന്നീട് അല്ലാഹ് പറഞ്ഞു, സുമ്മ കാന മിനല്ലദീന ആമനു, പിന്നീട് വിശ്വസിക്കുകയും വതവാസൗ ബിസ്സബ്ർ, സബർ കൊണ്ട് പരസ്പരം അന്യോന്യം ഉപദേശിക്കുകയും വതവാസൗ ബിൽ മർഹമ, പരസ്പരം കാരുണ്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവർ ഉലൈക അസ്ഹാബുൽ മൈമന, അവരാണ് വലതുപക്ഷക്കാർ. പ്രിയപ്പെട്ടവരെ, നാടൊരു ദുരന്തം അഭിമുഖീകരിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ മതം പഠിപ്പിക്കുന്ന വലതുപക്ഷക്കാരാകണം നമ്മൾ. പ്രയാസപ്പെടുന്നവരെ ചേർത്തു നിർത്തുന്ന, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്ന, അകമഴിഞ്ഞ് സഹായിക്കുന്ന ആളുകളായി നമ്മൾ മാറണം. ഈ ഒരു മലമ്പാത നമുക്ക് താണ്ടിക്കിടക്കേണ്ടതുണ്ട്. വയനാട്ടുകാരെ, നിങ്ങൾ അല്ലാഹുവിൽ പ്രതീക്ഷയർപ്പിക്കൂ, നിങ്ങൾ അല്ലാഹുവിൽ നിങ്ങൾ പ്രതീക്ഷയർപ്പിക്കൂ. അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട്. ഈ
ദുരന്തമുഖത്ത് നമുക്ക് അല്ലാഹുവിനെ പറ്റി അവർക്ക് വലിയ പ്രതീക്ഷ നൽകേണ്ടതുണ്ട്. പല ആളുകൾ ഈ സന്ദർഭത്തിൽ അവരെ സഹായിക്കാൻ വേണ്ടി ഓടുമ്പോൾ, വ്യത്യസ്ത മതസംഘടനകൾ അവർക്ക് വേണ്ടി സഹായങ്ങളുമായി എത്തിക്കുമ്പോൾ, മറുഭാഗത്തൊരു വിഭാഗം അവർക്ക് സഹായം നൽകുന്നതിന് പകരം മതത്തെ കുറ്റം പറയുന്നു, ദൈവത്തെ ചീത്ത പറയുന്നു. നിങ്ങളുടെ ദൈവം എവിടെ പോയി, നിങ്ങളുടെ മതം എവിടെ പോയി എന്ന് ചോദിക്കുന്നവർ. പ്രിയപ്പെട്ടവരെ, പ്രകൃതിയിൽ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ എങ്ങനെ അതിനെ നേരിടണമെന്ന് മതമാണ് പഠിപ്പിക്കുന്നത്. യുക്തിവാദം അതിന് തത്വശാസ്ത്രം പഠിപ്പിക്കുന്നില്ല. എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കണമെന്ന് അള്ളാഹുവിന്റെ വചനങ്ങളാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവും അവന്റെ വചനവും അവന്റെ ആശ്വാസവാക്കുകളുമാണ് ദുരന്ത ഭൂമിയിലെ ആളുകൾക്ക് ആശ്വാസം നൽകുക. ദുരന്ത ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ട മനുഷ്യർ പോലും പറയുന്നത് എന്താണ്? ഞങ്ങളെ ദൈവം കാത്തു, എങ്ങനെയോ ഞങ്ങളെ ദൈവം രക്ഷപ്പെടുത്തി എന്നാണ്. ആ സമയത്തും അവരുടെ ഹൃദയത്തിൽ ഈമാൻ നുരപൊന്തുകയാണ്, അവരുടെ ഹൃദയത്തിൽ വിശ്വാസം ഉൾക്കൊള്ളുകയാണ് അവർ. എന്നാൽ മാറി നിന്ന് വിമർശിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരെ നാം തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു തആല ആ വയനാടിലെ ജനതക്ക് ആശ്വാസം നൽകുമാറാകട്ടെ. ആ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കും അല്ലാഹു തുറവിയും ഉദവിയും നൽകുമാറാകട്ടെ. നഷ്ടപ്പെട്ട മക്കളെക്കാൾ നല്ല മക്കളെ അല്ലാഹു നൽകുമാറാകട്ടെ. കുടുംബം നഷ്ടപ്പെട്ടവർ, സമ്പത്ത് നഷ്ടപ്പെട്ടവർ, വീട് നഷ്ടപ്പെട്ടവർ, എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റയായി നിൽക്കുന്ന ഒരുപാട് മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു അവരുടെ നിസ്സഹായതക്ക് അല്ലാഹു അഭയം നൽകുമാറാകട്ടെ. ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أدم على دولة الإمارات الهناء والازدهار والرقي والازدهار. اللهم وفق رئيس الدولة وحكام الإمارات. اللهم ارحم شيوخ الإمارات الذين انتقلوا إلى جارك. يا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.